രാജേന്ദ്രൻ അവനാ ഇപ്പൊ ഈ നാട് ഭരിക്കുന്നത്. അവനില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. പെങ്ങളെ കെട്ടിച്ചു കൊടുത്തപ്പോ ബാസ് കൊടുത്ത ആഭരണങ്ങളില്ലേ, അത് വിറ്റിട്ട് കാശുകൊണ്ടാ തുടക്കം. പിന്നെ കണ്ണടച്ച് തുറക്കും മുമ്പ് അവൻ ഇന്നത്തെ ഈ നിലയിലായി. എതിർക്കുന്ന ആരായാലും ശരി അവൻ കൊല്ലും. പിന്നെ നമ്മുടെ തോമസ് സാറിന്റെ കൊന്നുകളിയില്ലേ, അതും അവന് മാത്രം അറിയാവുന്ന ഒരു കാരണത്തിന്റെ പേരിൽ. കുഴൽ പണത്തിന്റെ ബിസിനസ്സാ മെയിൻ. പിന്നെ പണം പലിശക്ക് കടം കൊടുക്കൽ. ഈ നാട്ടിലെ പകുതിയിൽ കൂടുതൽ പേരും രാജേന്ദ്രന്റെ കടക്കാരാ. ആ അതാ അവന്റെ അഹങ്കാരം. ഇനി ബാസിയേട്ടൻ വേണം ഈ നാടൊന്ന് വെടിപ്പാക്കാൻ. അതെ, മൂളിക്കണ്ടത്തെ പഴയ മൂളിക്കണ്ടാക്കണം. ബാസി ഒരു രാജാവിനെ പോലെ വിലസിയ ആ പഴയ മൂളിക്കണ്ടം. ഇല്ല, അതിനല്ല ഞാൻ തിരിച്ചു വന്നത്. എനിക്കിന്റെ പഴയ ചങ്കുറ്റം ബാസി അവൻ വയ്യ. തലവണ ചൂട്ടിൽ കത്തിവെച്ചാൽ മാത്രം ഉറക്കം വരുമായിരുന്ന നിങ്ങളുടെ ആ പഴയ ബാസിയല്ല ഇപ്പൊ ഞാൻ. എന്താ മോളുടെ പേര്? കരിഷ്മ. ആഹാ, ഇത്ര പെട്ടെന്ന് കൂട്ടായോ രണ്ടാളും? മോള് ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റ്. തീരുമാനം അത് നല്ലത് തന്നെയാ. അത് പാലിക്കാൻ പറ്റുമോ ഏട്ടന്? തോന്നണില്ല. അത്രയ്ക്ക് വഷള ഈ നാട്ടിലെ സ്ഥിതി. നിനക്ക് സുഖല്ലേ? സുഖം. ഇഷ്ടം പോലെ കാശുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഏട്ടൻ ആഗ്രഹിച്ച പോലൊരു ജീവിതമല്ല എനിക്ക് കിട്ടിയതെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. സുമേ, ഇതാരാ ബാസിയേട്ടനോ? എത്തിന്നറിഞ്ഞു. ഇറങ്ങണ കാര്യം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. നീ ഒരുപാട് വളർന്നു. എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്ന ബാസിയേട്ടനോടാ. അന്ന് ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് വളർച്ച ഉണ്ടാവായിരുന്നു. പക്ഷെ ഒന്നും മറക്കുന്നവനല്ല ഈ രാജേന്ദ്രൻ. ആ സ്നേഹം കൊണ്ട് പറയാന്ന് കരുതണം. എന്റെ കൂടെ നിൽക്ക്. പണ്ടി നാട് പറപ്പിച്ച ആളല്ലേ. പിന്നെ നാട്ടുകാരെന്നെ കുറിച്ച് പലതും പറയും. അതൊന്നും വിശ്വസിക്കാൻ പോണ്ട. ഞാൻ കൺമുമ്പിൽ കാണുന്നത് വിശ്വസിക്കാറുള്ളൂ. ഇന്നും കണ്ട അങ്ങനെ ഒരു കാഴ്ച. മാധവ് മാഷ്, അത് വേണ്ടായിരുന്നു. കളിക്കുമ്പോ തരത്തിലുള്ളവരായിട്ട് കളിക്കണം. നെഞ്ചുറപ്പുള്ള ആൺകുട്ടികൾ അങ്ങനെയാ. നോക്കി കണ്ട് നടന്നു. പഴയതുപോലെയുള്ള തോന്നിയ ദിവസങ്ങൾ കാണിക്കാൻ നിന്നാ അറിയാലോ എന്റെ ഏട്ടനെ. ബാസിയേട്ടാ, ഇത് ആരത്? ജോലിക്ക് പോണ വഴിയാ? അച്ഛനിപ്പ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ല. പിന്നെ അച്ഛന് ശരിക്കും വിഷമമുണ്ട്. എന്തിന്? എന്നെ കുറിച്ച് ആലോചിച്ചിട്ടാ? അതിന് മാഷ് എന്ത് തെറ്റ് ചെയ്തു? ഒരു കണക്കിന് ജയിൽവാസം നന്നായി. ജീവിതത്തിനൊരു മാറ്റം വന്നല്ലോ. ചെയ്തു കൂട്ടിയ തെറ്റുകൾ മുഴുവൻ തിരുത്താൻ കഴിയണം. അതിനൊരു അവസരം തരണമെന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കാറുള്ളൂ. അതിനൊരവസരമുണ്ട്. മരിച്ചുപോയ മുസ്തഫയുടെ ഉമ്മയും പെങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഭാസിയേട്ടൻ അവരെ പോയി ഒന്ന് കാണണം. സത്യത്തിൽ ഇത് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നത്. ആരാ അത്? എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾ ദ്രോഹിച്ച് മതിയില്ലേ നിനക്ക്? ആരാ മോളെ? കടക്കട പുറത്ത്. ഈ വീട്ടിൽ നിൽക്കുന്ന കാര്യം വന്നത് മാപ്പ് ചോദിക്കാനാ. വേണ്ട, ഒന്നും പറയണ്ട. ദുഷ്ടനാ നീ. ആദ്യം എന്റെ മോനെ കൊലക്കേസിപ്പെടുത്തി, പിന്നെ അവന്റെ ജീവനെടുത്തു. ഒരു കാലത്ത് ഗുണം പിടിക്കില്ല നീ. സഹീറിന്റെ മരണം മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോയി. തെറ്റുതിരുത്താനുള്ള ഒരു അവസരം തരണം. തെറ്റുതിരുത്താൻ വന്നിരിക്കുന്നു. മരിച്ചുപോയി എന്റെ മോനെ തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? നീ കണ്ടോ, എന്റെ ആങ്ങളെ പിടഞ്ഞു വീണ ഈ മണ്ണില് നിന്റെ ചോര വീഴും. നീ കാരണം ജീവിതം മുഴുവൻ തകർന്ന ഒരു കുടുംബത്തിന്റെ ശാപമാണിത്. നീ നശിക്കും, നശിച്ചു മണ്ണടിയും. അത് കാണാനാ ഞാനും എന്റെ ഉമ്മയും ഇവിടെ ജീവിക്കുന്നത്. ആരും തന്നെ മനസ്സിലാക്കാത്തത്? ഒത്തുതീർപ്പാവാന്ന് കാല് പിടിച്ച് കെഞ്ചിതല്ല ഞാൻ, കേട്ടില്ല. എന്നിട്ടിപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു മോൻ
ആ മോനെ നഷ്ടപ്പെട്ട ഉമ്മയെ അവര്. ആ ദുഃഖം നീ മനസ്സിലാക്കണം. പിന്നെ അവരിവിടെ തങ്ങണത് നിന്റെ ചോര മണ്ണ് വീണത് കാണാനല്ല. അവർക്ക് ഈ നാട് വിട്ടു പോകാൻ കഴിയില്ല. അത്രയ്ക്കുണ്ട് കടം. മുസ്തഫ മരിച്ചപ്പോ അവർ ഈ കോറി നടത്താൻ നോക്കി, സാധിച്ചില്ല. ഇപ്പോ ഈ നാട്ടിൽ പലരെയും പോലെ രാജേന്ദ്രന്റെ കടക്കാരാ അവരും. ആ കുട്ടി ഒരു ചെറിയ ജോലിക്ക് പോകണ്ട്. അതേ ഉള്ളൂ ആ കുടുംബത്തിനൊരു ആശ്രയം. കല്യാണ ബ്യൂറോക്കാര് വന്നേ പിന്നെ ദല്ലാള് പണിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. രണ്ട് സിസ്റ്റർ. അതുകൊണ്ടാ ഇങ്ങനൊരു കച്ചവടം വിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടിയത്. അല്ല വാസേ, നീ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ചെറുക്കനെ വേണം. അതിന് നിന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇത് വേറൊരു പെങ്ങൾക്കാ, ഷാഹിനയ്ക്ക്. ഓ, ഞാൻ കുറെ ആലോചനയായിട്ട് ചെന്നതാ മോനെ. പക്ഷെ ആ തള്ളയുടെ കാശില്ലെന്നേ. ഇക്കാലത്ത് കാശുണ്ടായിട്ട് എന്നെ കല്യാണം നടക്കുന്നില്ല. അപ്പോഴാ കാശൊക്കെ ഞാൻ തരാം, പക്ഷെ അവരൊന്നും അറിയരുത്. അറിഞ്ഞ സംഭവിക്കില്ല. മനസ്സിലായി. ദേ, സുശീലേട്ടത്തി വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാന്നേ. നീ ആദ്യം കൊച്ചിനെ താഴെ ഇറക്കി വെക്കേ. എന്താ മോളെ പ്രശ്നം? പലിശ കൊടുത്തില്ല എന്നും പറഞ്ഞോണ്ടാ മോനെ. പലിശയുടെ പലിശയായിട്ട് മുതലിന്റെ ഇരട്ടികൾക്ക് കൊടുത്തതാ. എന്നിട്ട് വന്ന് ശല്യം ചെയ്യാ. മനസ്സ് മതനടി കിടന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഈ തെണ്ടി എന്നെ പലവട്ടായിട്ട് കേറി പിടിക്കാൻ വരാട്ടാ. എടി പിടിക്കുവടി, ഇനിയും പിടിക്കും. ഞങ്ങൾ തന്ന മുതലിന്റെ പലിശയാ നീ. പിന്നെ പരാതി പറയാൻ ഇവനാരാ? ജില്ലാ കളക്ടറോ? ഞാനേ ഇവിടെ വന്നെന്ന് മുതൽ നിന്നെ പറ്റി കേക്കണതാ. നിന്നെ പറ്റി നല്ല മതിപ്പാ നാട്ടുകാർക്ക്. അതൊക്കെ ക്ഷമിച്ചതേ നിന്റെ മറ്റവനും പേടിച്ചിട്ടല്ല, ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാ. പാവങ്ങൾ എവിടെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ. നീ എന്നെ കുറിച്ച് പരാതി പറയുമല്ലേ? ഇത് നിന്റെ പോണ്ടിച്ചേരി അല്ല, മൂളിക്കണ്ട. ഇവിടെ വന്ന് നീ പെൺകുട്ടികളുടെ അടുത്ത് നിന്റെ സുഡാഫിക്കേഷൻ കാണിച്ചാണ്ടല്ല പൂളും ഞാൻ. ബാസിയ പറയണേ, ചങ്കുറ്റം ബാസി. ഓടറാ, എനിക്ക് പോടാ. ഇപ്പൊ ഈ നാടിനൊരു നാഥനുണ്ടായി. വാസ്തവം.
പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഭാസിയേട്ടന് അതുപോലെയാ എനിക്ക് വരും ഇന്നത്തെ ഈ സംഭവം അത് ഇവർക്ക് ആളറിയാണ്ട് പറ്റിയ തെറ്റാ. എന്റെ ഭാര്യയുടെ ആങ്ങളെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അതിന് ക്ഷമയോഗിക്കാൻ വന്നതാ ഹമീദ്. മാപ്പാക്കണം. ഒരുപാട് ബിസിനസ് ഉള്ളതുകൊണ്ട് ഒന്നും ഞാൻ നേരിട്ടല്ല നോക്കുന്നത്. എല്ലാം എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിരിക്കെ. കൊടുത്ത പൈസക്ക് പലിശ കിട്ടിയില്ലെങ്കിൽ ഇവന്മാര് ചെന്ന് മാന്തി പറിച്ചോണ്ട് വരും. ഗുണ്ടായസത്തിനൊന്നും പോണ്ടെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ. കേക്കണ്ടേ? അളിയൻ എന്നെ വിശ്വസിക്കണം. ഒരു പാത്രത്തിലുണ്ട് ഒരു പായ കിടന്നുറങ്ങിയവരെ നമ്മള്. ആ എന്റെ അടുപ്പിൽ തന്നെ കലം വെച്ച് പാല് കാച്ചൻ അളിയാ. ഇന്ന് ഇവര് മാർക്കറ്റിൽ കാണിച്ച ആ കലാപരിപാടിയില് മുതലാളിയായി ഈ അളിയന് പങ്കില്ലെന്ന് വിശ്വസിക്കാൻ മാത്രം എന്റെ തലച്ചോറ് ഞാൻ സെൻട്രൽ ജയിലിൽ പണയം വെച്ചിട്ടല്ല വന്നേക്കണേ. ഇന്ന് ഉണ്ടായ പോലെ രംഗം ഇനി ഉണ്ടായ പിന്നെ മുട്ടേണ്ടി വരുന്നതേ നമ്മൾ തമ്മിലാ. മച്ചാൻസും ബച്ചാൻസും. നാട്ടുകാർക്ക് ചിരിക്കാൻ അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടാക്കണോ അളിയാ? വെറുതെ തന്നെ എന്റെ പെങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കണേ. അളിയൻ ചെല്ല്, എന്റെ കുട്ടി തനിച്ചായിരിക്കും. ചെല്ല്. നിന്റെ ആങ്ങളോട് പറഞ്ഞേക്ക് നാട്ടുകാരെ ഭരിക്കുന്നത് പോലെ എന്നെ ഭരിക്കാൻ വരരുതെന്ന്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാ ഞാൻ ഈ മൂളി കണ്ടെത്തുന്നത്. ഇട്ടിരുന്ന ഷർട്ടും ആ ഷർട്ടിന്റെ പോക്കറ്റില് തിന്നു തീർത്ത കപ്പലിന്റെ കുറെ തൊണ്ടും മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. അവിടെ നിന്ന് ഇവിടം വരെ വളരാൻ അറിയാമെങ്കിൽ അത് നിലനിർത്താനും ഈ രാജേന്ദ്രൻ അറിയാം. അളിയനും അളിയനും തമ്മിൽ മുട്ടേണ്ടി വരുമെന്ന്. വന്നോട്ടെ, നഷ്ടം പറ്റാൻ പോകുന്ന ആർക്കാണെന്ന് അപ്പൊ കാണാം. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? അത് നിന്റെ ആങ്ങളയോട് പോയി ചോദിക്കേ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്നോട് കളിച്ച അളിയനാണെന്ന് നോക്കില്ല ഞാൻ.